ലൈവിൽ വീണ്ടും ടാസ്ക് തുടങ്ങി. ടാസ്ക് തുടങ്ങിയപ്പോൾ തന്നെ ബസറടിച്ച് ഒരു പണിപ്പുരയുടെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ കുറേ ആയുധങ്ങളാണുള്ളത്. ഇവരതൊക്കെ എല്ലാവരും പിടിച്ചെടുത്തു. അക്ബർ നൂറയൊക്കെ എടുത്തതിന് ശേഷമാണ് ബിഗ് ബോസ് പറഞ്ഞു മൂർച്ചയേറിയ ആയുധങ്ങളാണ്, അത് വെച്ച് കളിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അക്ബറിൻ്റെ കയ്യിൽ അതൊക്കെ ഉണ്ട്, അത് തിരിച്ചു വെക്കാൻ നൂറ പറഞ്ഞു. അക്ബർ കേട്ടില്ല. എല്ലാവരുടെ കയ്യിൽ ഓരോന്നുണ്ട്. അപ്പോൾ അതൊന്നും അവർ വെച്ചില്ല. അപ്പം നൂറ ഭയങ്കര ടെമ്പർ, ആദ്യം തന്നെ നൂറയുടെ ടെമ്പർ തെറ്റി. അപ്പം നൂറ അക്ബറിൻ്റെ പിന്നാലെ ചെന്ന് അത് വലിച്ചപ്പോൾ നൂറയുടെ കൈ മുറിഞ്ഞിട്ടുണ്ട്, അക്ബറിൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്. സത്യം പറയട്ടെ, ഇവിടെ നൂറയുടെ കൈ മുറിഞ്ഞപ്പോൾ മിണ്ടാതിരുന്ന ആദില അപ്പോഴേക്കും അങ്ങോട്ട് തിരിച്ച് പറഞ്ഞിട്ട് എന്തിന് നിങ്ങൾക്കത് ആയുധങ്ങൾ എടുത്ത് മാറ്റേണ്ട കാര്യമില്ലല്ലോ, പിന്നെ എന്തിന് അതിന് ആദിലയുടെ സൗണ്ട് അങ്ങനെ കാണിക്കുന്നില്ല ഈ ലൈവില്, കൂടുതലും കാണിക്കുന്നത്. പക്ഷെ ആദിലവിടെ വാദിക്കുന്നുണ്ട്, ബിന്നി ഒപ്പം വാദിക്കുന്നുണ്ട്, അതിനൊപ്പം അബിയും ഒനിയലും അക്ബറിൻ്റെ സൈഡിൽ നിന്ന് വാദിക്കുന്നുണ്ട്. എല്ലാവരും തമ്മിൽ വഴക്ക്. ജിഷിനൊപ്പം നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ശരത്തൊന്നും ഈ ടാസ്കിൽ ഇല്ലാതെ നന്നായിട്ടാണ്. കാരണം ഇപ്പം ടെമ്പർ വെച്ച് നിൽക്കുന്നത് ജിഷിനും അക്ബർ വരുമ്പോൾ തന്നെ ഒരു ഗുണ്ട, അത് പുള്ളിനെ പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് അതാണ്. അപ്പോൾ ഒരു ഗുണ്ടായിസം പാടില്ല. നൂറ നല്ലോണം ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. ഗുണ്ടായിസം പാടില്ല, ഞാനാണ് ഓണർ, അങ്ങനെയൊക്കെ നൂറ പറയുന്നത്. ജിഷിൻ്റെ സൗണ്ടൊന്നും അങ്ങനെ കേൾക്കണില്ല, എന്നാലും കേൾക്കുന്നുണ്ട്. അപ്പോൾ ജിഷിൻ പറയുന്നുണ്ട് ഇതാക്കാൻ പാടില്ല. അങ്ങനെ ജിഷിൻ നൂറേനെ ഒന്ന് തൃപ്തിപ്പെടുത്തി സമാധാനപ്പെടുത്തി അവിടെ ഇരുത്ത്. പിന്നെ ജിഷിൻ ഒന്ന് തൊട്ട് നോക്കടാ പറഞ്ഞിട്ട് പിന്നെ അക്ബറിനെ വെല്ലുവിളിക്കുക. അക്ബർ പറയുന്നുണ്ട് തൊട്ടെന്താ. അപ്പോൾ അബിയും അക്ബറും ഒനിയലും ഒരുമിച്ച് ഒരു സൈഡിലും, ഷാനവാസ് വലിയ ഒന്നിനും നിൽക്കണില്ല, മാറി നിൽക്കുക. അതിൻ്റെ ഇടയിൽ അക്ബർ ദേഷ്യം വന്നിട്ട് ആ ചെരുപ്പ് ഉണ്ടാക്കാൻ വെച്ച സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു. അത് ശരിക്കും ഷാനവാസിൻ്റെ മേത്ത് തട്ടുന്നുണ്ട്, പക്ഷെ ആൾ ഒഴിഞ്ഞു മാറിയൊന്നും പറ്റിയില്ല തോന്നുന്നു. പിന്നെ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ കയ്യങ്കളിയാണെങ്കിൽ ടാസ്ക് നിർത്തും, കാരണം ആയുധങ്ങളുണ്ട് ഇവരുടെ കയ്യിലൊന്നും ഇത് കൊടുക്കാൻ പറ്റില്ല. ദേഷ്യം വന്നാൽ ആദില ചുറ്റിക്കെടുത്ത് ഇടിക്കുന്നതൊക്കെ കണ്ടാൽ ദേഷ്യം ഒന്ന് അക്ബറിനെ ഇടിക്കുന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെയാണ്. അപ്പോൾ ബിഗ് ബോസ് തന്നെ ഒന്ന് പേടിച്ചൊന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുമ്പോൾ ടാസ്ക് നിർത്തും എന്ന് പറയുമ്പോൾ അക്ബർ ടാസ്ക് നിർത്തിയെന്ന് വിചാരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അക്ബറിനോട് ബിഗ് ബോസ് പറയുന്നുണ്ട് ടാസ്ക് നിർത്തിയിട്ടില്ല, നിങ്ങൾ ഇനിയും കയ്യാങ്കളി കളിച്ചാൽ ടാസ്ക് നിർത്തുമെന്ന് പറയുന്നുണ്ട്. ജിഷിനും അക്ബറും ഒപ്പത്തിനൊപ്പം നിൽക്കണം, രണ്ടാളും അത്രയും ദേഷ്യത്തിലാണ് നിൽക്കണത്. നൂറാന്ന് പറഞ്ഞാൽ മേത്ത് കയറി കളിക്കില്ല, പക്ഷെ ജിഷിനും അക്ബറും നെഞ്ച് വിരിച്ചങ്ങോട്ട് ചെല്ലുകയാണ്. ഒനിയൽ ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ രണ്ടാളും ഇതിന് മുന്നേയും തട്ടലും മുട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒനിയൽ ഇടയിൽ നിൽക്കുന്നുണ്ട്, കാരണം ഒരു കയ്യങ്കളി വേണ്ടാന്ന് വെച്ചിട്ട്. അത് നല്ല കാര്യമായിട്ട് തോന്നി, കാരണം രണ്ടാളും പിടിവിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പിന്നെ മസ്താനിയോട് അക്ബർ പറയുന്നതിനനുസരിച്ചാണ് ഇവർ തൊഴിലാളികൾക്ക് പണി ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷേ ഇവർ കോയിൻസ് പ്രതീക്ഷിച്ചിട്ട് നൂറ പറയുന്നത് പണി ചെയ്യുന്നുണ്ട്. അതാണ് അക്ബറിനെ വെല്ലുവിളിക്കണത്. അക്ബറിന് ദേഷ്യം വരാനുള്ള കാരണം ഇവർ ടാസ്ക് മനസ്സിലാക്കിയിട്ടല്ല കളിക്കണേ. തൊഴിലാളികളൊക്കെ അക്ബറിൻ്റെ കൂടെ നിൽക്കണം, പക്ഷെ ഇവർ നിൽക്കുന്നില്ല. ബിന്നിയും ലക്ഷ്മിയും ആദിലൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് നിങ്ങൾ ടാസ്ക് മനസ്സിലാക്കി കളിക്കുക. അപ്പോൾ ബിഗ് ബോസും പറഞ്ഞു നിങ്ങൾ ടാസ്ക് ലെറ്ററിൽ ഓരോരുത്തർ പറയുന്നതിനനുസരിച്ച് കളിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറഞ്ഞു ഞാൻ പറയുന്നവർക്ക് മാത്രമേ പണി ചെയ്യാൻ പാടുള്ളൂ. ഇവർ കോയിൻസിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളവർ നിൽക്കുന്നത്. ഇപ്പം നൂറ പറയുന്നുണ്ട് ഞാൻ പറയുന്നത്